PDF കാണാമോ? Afternoon, George. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും കംപ്ലീറ്റ് എടുത്തില്ലേ? റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും കണ്ടക്ച്വൽ എടുത്തില്ലേ? നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊസീജിയർ കൺസേൺ ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊസീജിയർ കൺസേൺ അല്ലെ, സമ്മതവുമായി ബന്ധപ്പെട്ട് അല്ലെ, കൺസേണുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. The element of concern is one of the critical issues in medical treatment. The patient has a legal right to autonomy and self-determination entrenched within Article 21 of the Indian Constitution, can refuse treatment except in an emergency situation where the doctor need not get consent for treatment. The consent obtained should be legally valid. A doctor who treats without valid consent will be liable under the tort and criminal laws. Presumes the doctor to be in a dominating position, hence the consent should be obtained after providing all the necessary information. Okay. ഈ കൺസേൺ നമുക്ക് നിർബന്ധമാണോ? കൺസേണിന്റെ പ്രാധാന്യം എന്താണ്? എന്താണ് കൺസേണിന്റെ പ്രാധാന്യം? ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൺസേൺ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു എലമെന്റ് തന്നെയാണ് അല്ലെ, അത് നിർബന്ധമാണ്. ഓക്കെ, യെസ്. അതായത് ഒരു രോഗിക്ക് സ്വയം ഭരണത്തിനും സ്വയം നിർമ്മിക്കാനുള്ള ഒരു അവകാശമാണ്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ 21 എന്താണ്, അവർക്ക് ലീഗൽ റൈറ്റ് ടു ഓട്ടോണമി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ. പേഷ്യന്റ് ഹാസ് എ ലീഗൽ റൈറ്റ് ടു ഓട്ടോണമി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. രോഗികൾക്ക് സ്വയം ഭരണത്തിനും സ്വയം നിർണ്ണയിക്കാനുമുള്ള അവകാശമുണ്ട്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം. ഓക്കെ, ഇനി എല്ലാ സമയത്തും നമുക്ക് കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും രോഗിയെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാ സമയത്തും കൺസേൺ ആവശ്യമായിട്ട് വരുമോ? എല്ലാ സമയത്തും? ടെക്സ്റ്റിന്റെ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ആരെങ്കിലും? 52 ഇതിലുള്ളത് പോലെ തന്നെയാണോ? ഓക്കെ, 52 ആണ് കേട്ടോ. നമുക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ ഒഴികെ അല്ലെ, എമർജൻസി സിറ്റുവേഷൻസിൽ ഒഴികെ നമുക്ക് എന്താണ്, അല്ലാതെ ഇത് നിർബന്ധമായിട്ട് കൺസേൺ ആവശ്യമാണ്. ഇപ്പൊ ഏതെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് പേഷ്യന്റിനെ രക്ഷിക്കാനായിരിക്കും ഡോക്ടേഴ്സ് നോക്കുന്നത് അല്ലെ. ആ ഒരു സമയത്ത് കൺസേണിന്റെ സമയം കളയുവാണെങ്കിലും സമ്മതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമോ? ഇല്ല അല്ലെ. എത്രയും പെട്ടെന്ന് ആളുടെ ലൈഫ് സേവ് ചെയ്യാന്ന് മാത്രമാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അടിയന്തര സാഹചര്യങ്ങളിൽ ഒഴികെ എന്താണ് ചികിത്സ നിരസിക്കാനായിട്ട് കഴിയും. അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് നിർബന്ധമായിട്ട് എന്താണ്, ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് സമ്മതം ആവശ്യമാണ്, കൺസേൺ ആവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് കൺസേൺസ് രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഇവിടെ.
എന്താണ്? ഒന്ന് ലീഗലി വാലിഡ് ആയിരിക്കണം. എന്താണ് ലീഗലി വാലിഡ് ആയിരിക്കണം എന്ന് പറയുന്നത്? ലീഗലി വാലിഡ് ആയിരിക്കണം എന്ന് പറയുന്നത് നിയമപരമായിട്ട് അതിനൊരു സാധ്യത ഉണ്ടായിരിക്കണം അല്ലെ? നമുക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് ഈ ഒരു കൺസേൺസ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ? അതായത് ആ ഒരു രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടറോ ഹോസ്പിറ്റൽ ഉത്തരവാദികളെല്ലാം അതിന് ആഫ്റ്റർ എഫക്ട്സുമായ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു കൺസേൺസിൽ അവരെ ആ ഒരു ഉറപ്പ് കൊടുക്കുന്നത് അല്ലെ? നിയമപരമായിട്ടുള്ള ഉറപ്പാണ് എന്തിനുള്ളത്? കൺസേൺസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ലീഗലി കൺസേൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? കൺസേൺ മസ്റ്റ് ബി ലീഗലി വാലിഡ് ആയിരിക്കും, നിയമപരമായിട്ട് അത് വാലിഡ് ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ്? ഡോക്ടറിന് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും അല്ലെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപായിട്ടുള്ള എല്ലാ വിവരങ്ങളും ആ രോഗിയോട്, അതിന്റെ റിസ്കും ബെനഫിറ്റ്സ് ഒക്കെ എന്താണ് ആ രോഗിയോട് വ്യക്തമായി പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു സമ്മതം അവരിൽ നിന്ന് ആ പ്രൊസീജിയർ ചെയ്യാനായിട്ട് വാങ്ങിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ഈ കൺസേൺ ഇല്ലാതെ ഒരു രോഗിയെ ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞാൽ, ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും? കൺസേൺ ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ? കൺസേൺ ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാല് കൺസേൺ ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാല് നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? ലീഗലി ഇത് വാലിഡ് അല്ലെങ്കിൽ എന്താണ്? അലീഗൽ ആയിട്ടുള്ള മറ്റു കോൺസിക്വൻസസ് ആരും നേരിടേണ്ടി വരും? ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും അല്ലെ? ഓക്കെ, ഇൻകേസ് പേഷ്യൻസ് മരണപ്പെടുകയോ മറ്റെന്തെങ്കിലും ഡിഫിക്കൽട്ടീസുകൾ ഉണ്ടായി കഴിഞ്ഞാല് എന്താണ് അതിന്റെ കോൺസിക്വൻസസ് നേരിടേണ്ടത് ആരായിരിക്കും? ഡോക്ടറോ ഹോസ്പിറ്റലോ ആയിരിക്കും. എസ്പെഷ്യലി ആ ഡോക്ടറിനായിരിക്കില്ല. ഡോക്ടറിനെ അവർക്ക് പിരിച്ചുവിടാനുള്ള എല്ലാത്തരം ഇത് എന്താ ഈ ഒരു കൺസേൺ ഇല്ലാത്ത പക്ഷം ചിലപ്പോൾ ഡോക്ടർ ചിലപ്പോൾ ഒരു വർഷങ്ങളോളം ചിലപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ തന്നെ ചിലപ്പോൾ അത് കാരണമായേക്കാം അല്ലെ? ഓക്കെ, എന്താണ് മനസ്സിലാക്കേണ്ടത്? കൺസേൺ ഇല്ലാതെ നമുക്ക് ഇല്ലാതെയാണ് ഡോക്ടർ ആ രോഗിയെ ചികിത്സിക്കുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ ഡോക്ടർ നേരിടേണ്ടി വന്നേക്കാം. അപ്പോഴെപ്പോഴും ഇത് ലീഗലി വാലിഡ് ആക്കിയിട്ട് മാത്രമായിരിക്കണം നമ്മൾ ആ സമ്മതം അവരിൽ നിന്ന് വാങ്ങിക്കേണ്ടത്. ഓക്കെ, ഇനി ഏതൊക്കെ സമയത്താണ് നമ്മൾ കൺസേൺ വാങ്ങിക്കേണ്ടത്? ഏതൊക്കെ സമയത്താണ് കൺസേൺ വാങ്ങിക്കേണ്ടത്? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കൺസേൺ ആവശ്യമായിട്ട് വരുന്നത്? ഒന്ന് സർജറിയാണ് അല്ലെ? ഇപ്പൊ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൺസേൺ ആവശ്യമുണ്ടോ? അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് യെസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒന്ന് കൺസേൺ ആവശ്യമായിട്ട് വരുന്ന രണ്ട് സിറ്റുവേഷൻസ് ആണ്. ഒന്ന് അനസ്തേഷ്യക്ക് മുമ്പായിട്ടും പിന്നീട് എപ്പോഴാണ്? ചികിത്സയിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് സംഭവിക്കും. ചികിത്സയിൽ ഇരിക്കുന്ന സമയത്ത് ആ പേഷ്യന്റിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കൺസേൺസ് ഈ രണ്ട് സാഹചര്യങ്ങളിലാണ് പ്രധാനമായിട്ട് എടുക്കുന്നത്. ഇനി ഇത് എടുക്കാതിരിക്കുന്നത് എപ്പോഴാണ്? എമർജൻസി സിറ്റുവേഷൻസിൽ അല്ലെ? എമർജൻസി സിറ്റുവേഷൻസിൽ ഒരിക്കലും രോഗിയുടെ സമ്മതം വാങ്ങിക്കാനായിട്ട് ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം അവിടെ ആ പേഷ്യന്റിന്റെ ലൈഫ് സേവ് ചെയ്യാൻ മാത്രമാണ് ഡോക്ടേഴ്സ് നോക്കുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ്? ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ചില സാഹചര്യങ്ങളിൽ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് ചിലപ്പോ ആ ഡോക്ടറിന് നേരെ എന്താണ് മറ്റ് കാരണങ്ങളൊന്നും തന്നെ വന്നിരിക്കണം. ഓക്കെ, ഓൾറെഡി എല്ലാവർക്കും ചിലപ്പോൾ സിറ്റുവേഷൻ അറിയാവുന്നവരാണെങ്കിൽ എന്താണ് ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ മറിച്ച് രോഗിയുടെ സമ്മതം ഇല്ലാതെ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ ഡോക്ടർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ രോഗി മരണപ്പെടുകയാണെങ്കിൽ എന്താണ് അതിന് നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. ഇത്ര പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോയിന്റ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിളിലാണ് പേഷ്യൻസിന്റെ ലീഗൽ റൈറ്റ്സ് ആയ സെൽഫ് ഡിറ്റർമിനേഷനെ കുറിച്ച് പറയുന്നത്? ഏത് റൈറ്റ്സിലാണ്? ആർട്ടിക്കിൾ 21 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇവിടെ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിക്കാറുള്ളത് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന്. അത് അണ്ടർലൈൻ ചെയ്തോ? അപ്പൊ പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്നിരുന്നാലും ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം കൺസേൺസ് വാങ്ങിച്ചിട്ട് പ്രൊസീജിയർ ചെയ്യുന്നത് ആൾക്കും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനും ഒരേപോലെ തന്നെ സഹായകമാണ് അല്ലെ?
അതായത് എപ്പോഴും വേണമെന്നില്ല എങ്കിലും എന്താണ് നമുക്ക് നിയമപരമായിട്ട് നമുക്ക് പിന്തുണയുണ്ടാവും അല്ലെ, നമുക്കൊരു കെട്ടുറപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ മറ്റു കേസുകളൊന്നും പെടാതെ തന്നെ രക്ഷപ്പെടാനായിട്ട് ചിലപ്പോ ഈ നിയമ സാധ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലീഗലി കൺസേൺ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി the medical practice itself determines the need for written consent, ideally where the patient is subjected to anesthesia or where the patient is subjected to severe pain during administration of the treatment. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ്, അതായത് ഏതൊക്കെ സമയത്താണ് ഈ കൺസേൺ ആവശ്യമായിട്ട് വരുന്നത്. ഒന്നില്ലെങ്കിൽ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ തന്നെ ആ പേഷ്യൻസിന് എന്തെങ്കിലും സിവിയറിറ്റി തോന്നുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എന്താണ് ഈ കൺസേൺസ്, റിട്ടേൺ കൺസേൺസ് ആവശ്യമാണ്. There is no obligation that doctor should always obtain written consents, and failure of which would hold him liable. However, his written consent, the medical practitioner would have a greater rights in providing consent in case of litigation. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. Then ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ MCI കൗൺസിൽ ഓഫ് ഇന്ത്യ, അതായത് മെഡിക്കൽ കൗൺസിൽ പറയുന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പറയുന്ന പ്രകാരം കുറച്ച് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ ഈ കൺസേണുമായി ബന്ധപ്പെട്ട് സമ്മതപത്രവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കുറച്ച് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. ആ ഗൈഡ് ലൈൻസ് പ്രകാരമായിരിക്കണം നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കേട്ടോ. എന്തൊക്കെയാണ്? അതായത് എന്തിനു വേണ്ടിയിട്ടാണ് MCI ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? എന്തെങ്കിലും ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, അതായത് ഈ കൺസേണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്താണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഈ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടല്ല എങ്കിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അതിന് നേരെ എന്താണ് നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കുറച്ച് ഗൈഡ് ലൈൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഗൈഡ് ലൈൻസ് എന്ന് നോക്കാം. അതായത് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്വീകരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മൾ 3 രീതിയിലാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതെന്തൊക്കെയാന്ന് നോക്കാം. The MCI guidelines are applicable to operations and do not cover the treatments for other treatments. The following may be noted as a general guidelines. ഏതൊക്കെയാണ് ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് നോക്കാം കേട്ടോ. ആര് പുറപ്പെടുവിക്കുന്നതാണ്? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, MCI. അത് അണ്ടർലൈൻ ചെയ്യണേ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രകാരം എന്താണ് നിർബന്ധമായിട്ടും ഡോക്ടേഴ്സ് കൺസേൺസ് വാങ്ങിക്കണമെന്ന് അവർ ശുപാർശ ചെയ്യുന്നുണ്ട്. അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം ഡോക്ടേഴ്സ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് പ്രകാരമുള്ള 3 മാർഗനിർദ്ദേശങ്ങൾ, ജനറൽ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? For routine type of treatment, implied concern would suffice. Then, for detailed types of treatment, ideally express oral concern may be needed. Then, for complex type of treatment, written express concern is required. 3 സാഹചര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് MCI കൗൺസിൽ പ്രകാരം എന്താണ് 3 സാഹചര്യങ്ങളിൽ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റിനാണ് കൺസേൺസ് വാങ്ങിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏത് ട്രീറ്റ്മെന്റ് ആണ്? ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഇതാണ് ഫോർ റുട്ടീൻ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്. ഇതാണ് റുട്ടീൻ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. റുട്ടീൻ ട്രീറ്റ്മെന്റ് എന്താണ്? പതിവ് പോലുള്ള ചികിത്സകൾ അല്ലെ, അതായത് സിമ്പിൾ ചെക്കപ്സ് കാര്യങ്ങൾ. അപ്പൊ ചില സിറ്റുവേഷൻസ് ബേസ് എന്താണ്, ചില സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിലും ചില സിമ്പിൾ ആയിട്ടുള്ള ചെക്കപ്സുകൾ, എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ചെക്കപ്പുകളില് നോർമൽ കൺസൾട്ടിങ് അതന്നെ. അത്തരം സിറ്റുവേഷൻസിൽ എന്താണ് നമുക്ക് എന്ത് വേണം? കൺസേൺസ് ചില സാഹചര്യങ്ങളിൽ മതിയായിരിക്കും. ഓക്കെ, അതായത് പതിവ് ചികിത്സയ്ക്കും ചില സമയത്ത് നമുക്ക് കൺസേൺ ആവശ്യമാണ്. അതേപോലെ തന്നെ എന്താണ് അടുത്ത സിറ്റുവേഷൻ? ഡീറ്റെയിൽഡ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്. അടുത്ത കാറ്റഗറി എന്താണ്? ഡീറ്റെയിൽഡ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയർ നടത്താൻ വേണ്ടിയിട്ട്, അതായത് ഏതെങ്കിലും റിസ്ക് ഉള്ള എന്തെങ്കിലും പ്രൊസീജിയർ നടത്തണമെങ്കിലും എന്ത് ആവശ്യമാണ് നമുക്ക്? കൺസേൺസ്, അതായത് ഓറൽ കൺസേൺസ് ആവശ്യമാണ്. ഓറൽ കൺസേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറൽ കൺസേൺ വാക്കാനുള്ള സമ്മതം ആവശ്യമാണ് അല്ലെ. ഓറൽ കൺസേൺസും ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമാണ്. ഓക്കെ, തേർഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്താണ്? തേർഡ് കാറ്റഗറി
കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഇത് എന്ത് തരമാണ്? കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് സർജറി അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ള പ്രൊസീജിയേഴ്സ് അല്ലെ? സർജറി അല്ലെങ്കിൽ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഹൈ റിസ്ക് ഉള്ള ഏതെങ്കിലും പ്രൊസീജിയേഴ്സിന് എന്താണ് കൺസേൺസ് ഏറ്റവും അത്യാവശ്യമാണ് അല്ലെ? റിട്ടേൺ കൺസേൺ ആവശ്യമാണ് അല്ലെ? എഴുതപ്പെട്ട സമ്മതപത്രം നമുക്ക് നിർബന്ധമായിട്ട് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ മെഡിക്കൽ കൗൺസിലിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം ഈ 3 രീതിയിലാണ് നമ്മൾ കൺസേൺസ് വാങ്ങിക്കുന്നത്. ഒന്ന് റുട്ടീൻ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്സിന്, അതായത് റെഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ കൺസൾട്ടിങ് ചെക്കപ്സ് പോലുള്ള പ്രോഗ്രാംസിന് എന്താണ് ട്രീറ്റ്മെന്റ്സ് എന്താണ് ഒരു കൺസേൺ ആവശ്യമാണ്. അതേപോലെ തന്നെ ഡീറ്റെയിൽ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് റിസ്ക് ഉള്ള സ്പെസിഫിക് ഏതെങ്കിലും സ്പെസിഫിക് പ്രൊസീജിയർ നടത്താനായിട്ട് നമുക്ക് ഓറൽ ആയിട്ടുള്ള കൺസേൺസ് ആവശ്യമാണ്. പിന്നെ എന്താണ് ഫോർ കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഹൈ റിസ്ക് അല്ലെങ്കിൽ ഹൈ റിസ്ക് പ്രൊസീജിയറോ സർജറി പോലുള്ള കേസുകളിൽ നമുക്ക് റിട്ടേൺ ആയിട്ടുള്ള ഒരു കൺസേൺസ് ആവശ്യമാണ്. അപ്പം ഈ 3 രീതിയിലാണ് നമ്മൾ സമ്മതങ്ങൾ വാങ്ങിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. 3 പോയിന്റ് ഒന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ എടുത്ത കാര്യങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കി. എടുത്ത കാര്യങ്ങള് ഓക്കെ ആണോ? കൺസേണിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലായോ? എന്തൊക്കെയാണ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്? നിങ്ങൾ നേരിട്ടൊരു കൺസേൺസ് കണ്ടിട്ടുണ്ടോ? റിയൽ ആയിട്ടൊരു സമ്മതപത്രം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഉണ്ട്, ഞാനും കണ്ടിട്ടുണ്ട് നേരിട്ട്. ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണേ കേട്ടോ. പ്രഗ്നൻസിയിൽ കണ്ടിട്ടുണ്ടാവില്ലേ കുറച്ചു പേര്. എന്റെ കസിൻ ആണ്. എന്റെ കസിന്റെ പെട്ടെന്ന് ആൾക്ക് കാലില് ചെറിയൊരു പൊട്ടൽ വന്നതാ. കാലൊന്ന് ചെറുതായിട്ട് പൊട്ടി. പക്ഷെ പൊട്ടി എന്താണ് അത് ചെറുതായിട്ട് പഴുക്കാൻ തുടങ്ങി. പഴുത്ത് എന്താണ് ആൾ ഹോസ്പിറ്റലിൽ കാണാതിരുന്ന് ചെറിയ മരുന്നുകളൊക്കെ കഴിച്ചെന്നാണ് ഇതിന്റെ കംപ്ലീറ്റ് ഇൻഫെക്ഷൻ ശരീരത്തിൽ മുഴുവനായി, അതായത് ബ്ലഡിലേക്ക് കംപ്ലീറ്റ് ഇൻഫെക്ഷൻ ആയി കാലിന്റെ പകുതി മുഴുവനും പഴുത്ത് ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് കാലിന്റെ എല്ല് കാണാൻ പറ്റും. അത്രയും വരെ സിറ്റുവേഷനായി. അങ്ങനെ ഒരു സാഹചര്യത്തിലെ സമയത്ത് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ആള് വീട്ടിൽ പോയി കണ്ടപ്പോഴാണ് ആൾ ഈ ഒരു അവസ്ഥയാണെന്ന് അറിയുന്നത്. പിന്നെ ആള് സംസാരിക്കാതെയായി. കംപ്ലീറ്റ് ഇൻഫെക്ഷൻ, ഒരു കാല് കംപ്ലീറ്റ് മോശമായി. കാലിന്റെ പാദമില്ല, മാംസങ്ങളെല്ലാം പോയി കഴിഞ്ഞു. ആ സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ മുകളിലേക്ക് പകരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. മുകളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടർ പറഞ്ഞു കാല് മുറിച്ചു കളയണമെന്ന് പറഞ്ഞു. മുട്ടിന് മുകളിലായിട്ട് കാല് മുറിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ സമ്മതപത്രം ഞാനും കൂടിയാണ് കണ്ടത് കേട്ടോ. അപ്പൊ അതില് കുറച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിഷമം വരും അത് വായിച്ചു കഴിഞ്ഞാൽ. കുറെയൊക്കെ മലയാളത്തിലാണ് ഞാനത് കണ്ടത് കേട്ടോ. അതിൽ കുറെ റിസ്കും കാര്യങ്ങളും അല്ലെങ്കിൽ ആളെ കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻസ് അതിൽ കൊടുക്കും. വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് വായിച്ച് സൈൻ ചെയ്യുന്ന ഒരാൾക്കാരുടെ അവസ്ഥ അതിലും ഭയാനകമാണ് അല്ലെ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണെങ്കിലും നമുക്ക് ആ റിസ്കും ബെനഫിറ്റ്സ് ഒക്കെ
അതായത് നമ്മൾ ആ മരണവിവരം നേരിട്ട് അറിയാണ് അല്ലെ. അതെ, അത് ഭയങ്കര വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് കാണുമ്പോൾ. അപ്പൊ അതാണ് ചോദിച്ചതാണ്, ജസ്റ്റ് ചോദിച്ചത് ഇൻഫോംഡ് കൺസേൺസ് അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചതാണ്. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരെ പറ്റി അങ്ങനെ അവർക്ക് അവരുടെ സിറ്റുവേഷൻ ആണ് അതിൽ വെള്ളക്കടലാസിൽ നമ്മൾ കാണുന്നത് അല്ലെ. നമ്മളുടെ ഒരു ഒപ്പ് മൂലമാണ് അത് ചെയ്തത്. പക്ഷെ നമ്മളത് സൈൻ ചെയ്ത് കൊടുത്ത് വേറെ നിവർത്തില്ല. പക്ഷെ കാലം കുറിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടും ആള് മരിച്ചുപോയി. ഇത് കംപ്ലീറ്റ് ഇൻഫെക്ഷൻസ് ആയി. നമ്മള് പറയുന്ന പോലെയല്ല എല്ലാ ഓർഗൻസിലേക്കും ബ്ലഡിൽ കംപ്ലീറ്റ് ഇൻഫെക്ഷൻ ആയി അണുബാധ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആള് മരിച്ചുപോയി. ചോദിച്ചു എന്നുള്ളത് കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാണ് കാണിച്ചതാണ്. ഓക്കെ. പ്രഗ്നന്റ് ആവുന്ന സമയത്ത് പ്രഗ്നൻസി ഹസ്ബൻഡിനായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ടെൻഷൻ ഇതിൽ കാണുമ്പോ അല്ലെ. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കാണില്ല, അവർക്കായിരിക്കും അത് കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവാം. സി സെക്ഷൻ വരുന്ന സിറ്റുവേഷൻസ്. അതെ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ഇൻഫോംഡ് കൺസേൺസ് ഇൻ മെഡിസിൻ? വാട്ട് ഈസ് ഇൻഫോംഡ് കൺസേൺസ് ഇൻ മെഡിസിൻ? അതായത് നമ്മുടെ വൈദ്യശാസ്ത്രത്തില് വിവരം അറിയിച്ച സമ്മതം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഇൻഫോംഡ് കൺസേൺ എന്നിവിടെ മെഡിസിൻസിൽ സൂചിപ്പിക്കുന്നത്? ഇൻഫോംഡ് കൺസേൺ മീൻസ് patient receive enough information to make an educated decision about their treatment. എന്താ പറയുന്നത്? ഇൻഫോംഡ് കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? Patients receive enough information to make an educated decision about their treatment. എന്താണ്? ചികിത്സയെ കുറിച്ചിട്ട് ആ പേഷ്യൻസിന് എന്താണ് ബോധപൂർവമായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് രോഗികൾക്ക് മതിയായ വിവരങ്ങൾ ലഭിക്കുന്ന ഒരു രേഖയാണ് എന്ത്? ഇൻഫോംഡ് കൺസേൺ എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതായത് നമ്മളോട് ഡോക്ടർ വ്യക്തമായിട്ട് പറയും അല്ലെ, അതിൽ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട്, എന്തൊക്കെ റിസ്ക് ഉണ്ട്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ താൻ രക്ഷപ്പെടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറയുന്ന സമയത്ത് അവിടെ വെച്ച് നമ്മളൊരു തീരുമാനം എടുക്കും അല്ലെ, അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ മെഡിസിൻ പ്രത്യേകിച്ച് ഇൻഫോംഡ് കൺസേണിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് രോഗിക്ക് വ്യക്തമായിട്ട് തന്റെ അവസ്ഥ അറിയാനും എന്താണ് തനിക്ക് നടക്കുന്നത് എന്നുള്ളൊരു വ്യക്തമായിട്ട് തീരുമാനം എടുക്കാനായിട്ട് രോഗിയെ ഇൻഫോംഡ് കൺസേൺ സഹായിക്കുന്നു. ഓക്കെ, അപ്പോ this may be made by a physician explain the possible side effects, risk and benefits of a course of treatment or informs a patient of what other treatments may be available. ഈ ഒരു സമയത്ത് തന്നെയാണ് ഡോക്ടർ എന്ത് പറയുന്നത്? ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാലുള്ള സൈഡ് എഫക്ട്സ്, ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ബാക്കി അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും പറയും അല്ലെ. ബെനിഫിറ്റ്സും പറയും, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് അവരിൽ നിന്ന് നമ്മൾ എന്ത് വാങ്ങിക്കുന്നത്? അത് സമ്മതം വാങ്ങിക്കുന്നത്. Okay, yes. It can mean patients are given enough time if possible to consider their options and seek a second opinion. ഈ ഒരു സമയത്ത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ എന്താണ്, അത്യാവശ്യം സമയം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമുക്ക് ആ ഒരു സമയത്ത് എന്താണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ്സിലുണ്ട് എല്ലാവർക്കും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് സമയം കൊടുക്കുക. ഓക്കെ, അപ്പൊ ചിലപ്പോ എന്താണ് ചിലവര് സമ്മതിക്കും, പ്രൊസീജിയർ ചെയ്യാനായിട്ട് സമ്മതിക്കും, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി വേറെ ഡോക്ടറെ കാണണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർ എന്നെ നിർദ്ദേശിക്കും അല്ലെ. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെക്കൻഡ് ചോയ്സ് തിരഞ്ഞെടുക്കാം എന്ന് ഡോക്ടേഴ്സും പറയും. അപ്പൊ ആവശ്യത്തിലധികം സമയം കൊടുത്തിട്ടാണ്, അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചാണ് കേട്ടോ. ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ആണെങ്കിൽ ഇതൊന്നും നടക്കില്ല. സമയം എടുത്ത് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സിന് മാത്രമാണ് നമ്മൾ ഒരു സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുക്കാനായിട്ടുള്ളൊരു ആ ഒരു സമയം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇഫ് അപ്രോപ്രിയേറ്റ് informed consent can also mean patients are informed in treatments in recommended as well as what might happen if they get no treatment. First എന്താ പറയുന്നത്? ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല അവർ എന്ത് പറയും? ഇത്തരം ചികിത്സ ചെയ്തില്ലെങ്കിൽ അല്ലെ, ഇത് ആ പേഷ്യന്റിന് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു വിവരം കൂടി എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഇൻഫോംഡ് കൺസേർട്ടിൽ നിന്ന് മനസ്സിലാവും നമുക്ക് അല്ലെ. അതായത് ഡോക്ടർ പറഞ്ഞ പ്രൊസീജിയറും അല്ലെങ്കിൽ സൈഡ് എഫക്ട്സും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് എടുത്തില്ലെങ്കിലുള്ള ആഫ്റ്റർ എഫക്ട്സ് അല്ലെ. അതായത് നമ്മൾ ഈ പ്രൊസീജിയർ സ്വീകരിച്ചു കഴിഞ്ഞാൽ രോഗിക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് എന്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും? ആ ഇൻഫോംഡ് കൺസേൺസിലൂടെ നമുക്ക് വ്യക്തമായിട്ട് ഡോക്ടർ അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്താണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ
നമ്മൾ ഈ മിറാക്കിളൊക്കെ സംഭവിക്കുമെന്നൊക്കെ പറയില്ലേ, മിറാക്കിൾ സംഭവിക്കാന്ന് പറഞ്ഞാൽ അത്ഭുതം സംഭവിക്കാന്ന് പറയില്ലേ. ഈ ഡോക്ടേഴ്സിന്റെ ചിലപ്പോ പ്രവചനങ്ങളെക്കാളും ചിലപ്പോ മാറി മറിച്ചുള്ള രീതിയിലുള്ള റിസൾട്ടുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ. ചിലപ്പോ ആ രോഗിക്ക് ഒന്നുമില്ലാതെ തന്നെ ചിലപ്പോൾ സുഖം പ്രാപിക്കാറുണ്ട്. ഇതൊക്കെ എല്ലാം കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു അത്ഭുതം സംഭവിക്കാമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഉണ്ടോ? അതെ, ഇതെല്ലാം സാഹചര്യങ്ങളുടെ സംബന്ധമാണ്. സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കും. യെസ്. അപ്പോ ഇവിടെ നമ്മൾ നോക്കി എന്താണ് വാട്ട് ഈസ് ഇൻഫോർമഡ് കൺസേണിംഗ് മെഡിസിൻ, അതായത് വൈദ്യശാസ്ത്രത്തിൽ വിവരം അറിയിച്ചുള്ള സമ്മതം എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പേഷ്യൻസിനെ ഇൻഫോം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, പോസിബിൾ ആയിട്ടുള്ള സൈഡ് എഫക്ട്സുകൾ, റിസ്ക്, ബെനഫിറ്റ്സ്, അതിനുശേഷമുള്ള മറ്റ് അതർ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു ഫോർമാറ്റ് ആണ് ഇൻഫോർമഡ് കൺസേൺസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ഒരു സമയം എടുത്തുകൊണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി ഇത് ചെയ്യാതെ തന്നെ ആ രോഗിക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായി, രോഗിക്ക് അതിനുശേഷം എന്ത് സംഭവിക്കും എന്നത് കൂടി എന്തിലുണ്ടായിരിക്കും, ആ കൺസേൺസിൽ കൃത്യമായിട്ട് ഇൻഫോർമഡ് കൺസേൺസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട്. നമ്മളിപ്പോ പറഞ്ഞത് വൈദ്യശാസ്ത്രത്തിലെ വിവരമറിയിച്ച സമ്മതത്തിന്റെ പ്രാധാന്യമാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ ആണോ? നമുക്ക് നോക്കാം, വാട്ട് ഈസ് ഇൻഫോർമഡ് കൺസേൺ ഇൻ ഹെൽത്ത് കെയർ. വാട്ട് ഈസ് ഇൻഫോർമഡ് കൺസേൺ ഇൻ ഹെൽത്ത് കെയർ. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തില് വിവരം അറിയിച്ചുകൊണ്ടുള്ള സമ്മതത്തിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയറിലെ ഇൻഫോർമഡ് കൺസേൺ എന്ന് പറയുന്നത് നോക്കാം. Patient informed concern means patient understand the risk, alternatives and possible benefits of any treatment they receive. With informed concern, a patient can consent to treatment they understand. This is important since even treatments which are meant to help a patient come with risk, and it's essential for patient to accept those risks when getting care. എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇൻഫോർമഡ് കൺസേൺ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ എങ്ങനെയായിരിക്കും? ഒരു രോഗിയുടെ അറിവോടെയുള്ള സമ്മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രോഗി ആളുടെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥയെ കുറിച്ച്, ആളുടെ റിസ്കും ബെനഫിറ്റ്സും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ആൾ എന്ത് ചെയ്യുന്നത്, ആ കൺസേൺ ചെയ്യുന്നത്, അതിന് സമ്മതം കൊടുക്കുന്നത്. ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഇതിന് പ്രാധാന്യം വരുന്നത് എന്താണ്? ആ രോഗി വ്യക്തമായിട്ട് ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇതിനുള്ള സമ്മതം കൊടുക്കുന്നത്. ഓക്കെ, യെസ്. അതായത് ആളുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് പേഷ്യന്റ് അവിടെ സമ്മതം കൊടുക്കുന്നത്. ഓക്കെ, അതായത് വ്യക്തമായിട്ട് ഇത് ചെയ്തില്ലെങ്കിലും ചെയ്താലുള്ള ബെനഫിറ്റ്സും റിസ്കും ഒക്കെ അന്വേഷിച്ച് എല്ലാം കൃത്യമായി അറിഞ്ഞതിനു ശേഷം മാത്രമാണ് ആ പേഷ്യൻസ് ഇതിന് സമ്മതം നൽകുന്നത്. ഓക്കെ, this is important since even treatments which are meant to help a patient come with a risk, and it's essential for patient to accept those risks when getting care. ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? അതൊന്ന് വായിച്ചു നോക്കിയാൽ ഒരു ചെറിയ പാരഗ്രാഫ്. This is important മുതൽ ഒന്ന് വായിച്ചു നോക്കി. ഇവിടെ പറയുന്നത് നമ്മൾ ചിലപ്പോ ചില രോഗിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില ചികിത്സകൾ പോലും ചില സമയത്ത് എന്ത് സംഭവിക്കാറുണ്ട്?
ഇത് സംഭവിക്കാറുണ്ട്. എന്ത് സംഭവിക്കാറ് ചില സമയത്ത് നമ്മൾ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ തന്നെ ചിലപ്പോ ആളുടെ മരണകാരണമായേക്കാറില്ലേ. ചില കേസുകൾ ചില സർജറീസ് ഒക്കെ നമ്മൾ എന്താ പറയാ മിസ്റ്റേക്സ് എററുകൾ വരാറുണ്ട് അല്ലെ. പിശകുകൾ വന്ന് ചിലപ്പോ പേഷ്യന്റ് മരണപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗൻസിന് തകരാറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട് അല്ലെ. യെസ്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു രോഗിയെ സഹായിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ചികിത്സകൾ പോലും ചിലപ്പോ എന്താണ് അപകട സാധ്യതകൾ കൊണ്ടുവരാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്താണ് കൂടുതൽ പരിഗണന ലഭിക്കാനായിട്ട് കൂടുതലായിട്ട് അവർക്ക് രോഗികൾക്ക് അപകട സാധ്യതകൾ ഉണ്ടെന്ന് കൂടി അവർ മനസ്സിലാക്കിക്കൊണ്ട് സമ്മതം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രൊസീജിയേഴ്സ് നമ്മൾ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് അവർ ഇതിന് തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഇൻഫോംഡ് കൺസേൺസ് അർത്ഥമാക്കുന്നത്. അതായത് പേഷ്യന്റ് തന്റെ ശരീരത്തിൽ എന്താണോ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ധാരണയോടെയാണ് ഇത് സമ്മതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഇൻഫോംഡ് കൺസേൺ എന്ന രീതിയിൽ നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? ഇനി ഇവിടെ തുടങ്ങി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഈ കൺസേൺസിനെ തന്നെ നമ്മുടെ ഈ സമ്മതത്തിനെ നമ്മൾ 3 കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ 3 മാനദണ്ഡങ്ങളിലാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാലോ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, അത് കുറച്ച് ഇങ്ങനെ എലാബറേറ്റ് ചെയ്തുള്ള രീതിയിലായിരിക്കും പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ അതൊന്ന് അക്സെപ്റ്റ് ചെയ്തിരിക്കാം. യെസ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻഫോംഡ് കൺസേൺ? നമ്മൾ ആലോചിക്കുമ്പോ ഒരു കാര്യം പറയട്ടെ. ഇൻഫോംഡ് കൺസേൺ നമ്മൾ പറഞ്ഞല്ലേ, ഇതിന് നമ്മൾ ഒറ്റ ഉത്തരത്തിൽ പറഞ്ഞാൽ എന്താണ്, ഒരു രോഗിയെ ചികിത്സിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് ആളുടെ റിസ്കും ബെനഫിറ്റ്സ് ഒക്കെ പറഞ്ഞതിന് ശേഷം അവരിൽ നിന്ന് നമ്മൾ സമ്മതം വാങ്ങിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇൻഫോംഡ് കൺസേൺ അല്ലെ. ഇൻഫോംഡ് കൺസേൺസ് നമ്മൾ 2 സാഹചര്യത്തിൽ വാങ്ങിക്കാറുണ്ട്. ഒന്ന് ചില സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നത് കർശനമല്ല അല്ലെ. പക്ഷെ ഇത് നിയമപരമായിട്ട് നമ്മൾ എടുത്തില്ലെങ്കിൽ എന്താണ് ആ ഡോക്ടർ കാര്യത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ഇൻഫോംഡ് കൺസേൺസിൽ ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിലുണ്ടായിരിക്കും. റിസ്കും ബെനഫിറ്റ്സും മറ്റ് ചികിത്സകളെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അതിനുശേഷം രോഗിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്തുണ്ടായിരിക്കും ഈ ഒരു കൺസേണിൽ ഉണ്ടായിരിക്കും. അത്രയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ? അത്രയുള്ളൂ ഇത്. പക്ഷെ ഇതിനെ നമ്മള് പല മാനദണ്ഡങ്ങളിലാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്ന്, ലീഗൽ ആയിട്ട് എങ്ങനെയാണ് കൺസേൺ വരുന്നത്, എത്തിക്കൽ ആയിട്ട് എങ്ങനെയാണ് വരുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് എങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ ഇതിനെ വിശദീകരിച്ച് പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ വളരെ ബ്രീഫ് ആയിട്ട് പറഞ്ഞു തരാം, എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല, ചുരുക്കി പറഞ്ഞു പോകണം കേട്ടോ. ദാറ്റ് ഈസ് ദി പർപ്പസ് ഓഫ് ഇൻഫോംഡ് കൺസേൺ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് അറിയിച്ചുള്ള ഒരു സമ്മതത്തിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ പർപ്പസ് എന്താണെന്നാണ് നോക്കുന്നത്. Informed consent has become the primary paradigm for protecting the legal rights of patients and guiding the ethical practice of medicines. നമ്മൾ ഈ ഒരു സമ്മതം വാങ്ങിച്ചു ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള അത്യാവശ്യം, അതായത് രോഗികളുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കൺസേൺസ് സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ മെഡിസിൻ നമ്മുടെ വൈദ്യശാസ്ത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കൺസേൺസ് എന്നത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, ഇറ്റ് മേ ബി യൂസ് ഫോർ ഡിഫറെന്റ് പർപ്പസ് ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. അപ്പൊ ഈ കൺസേൺസിനെ നമ്മൾ 3 രീതിയിലാണ് വിശദീകരിക്കാൻ പോകുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ. അപ്പൊ ഫസ്റ്റ് വരുന്നത് എന്താണ്? ലീഗൽ, ethical and administrative. Okay. Although these purposes overlap, they are not identical, thus leading to different standards and criteria for what constitutes adequate informed consent. ഇവിടെ ശ്രദ്ധിക്കുക, ഈ സമ്മതം എന്ന് പറയുന്നത് അതിന്റെ ലീഗൽ വശങ്ങൾ എന്താണ്, എത്തിക്കൽ ആയിട്ടുള്ള വശങ്ങൾ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഓക്കെ, ടീച്ചർ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ,
ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ റൗണ്ടിലെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലീഗൽ ആയിട്ട് വരുന്ന കൺസേണുമായി ബന്ധപ്പെട്ടത്, എത്തിക്കൽ ആയിട്ട് വരുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള. ലീഗൽ ആയിട്ട് വരുന്നത് നോക്കി, ഇതിപ്പോ ബ്രീഫ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കി കേട്ടോ, കുറേ വരുന്നുണ്ട്. ലീഗലിലെ ഫസ്റ്റ് എന്താ വരുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ PDF? പ്രൊട്ടക്ഷൻ ഫ്രം അസാൾട്ട്, പ്രിവെന്റിംഗ് അൺവാണ്ടഡ് പ്രൊസീജിയേഴ്സ്. അപ്പൊ നമുക്ക് ഈ കൺസേൺ, ഈ സമ്മതത്തിന്റെ ലീഗൽ ആയിട്ടുള്ള വശങ്ങളാണ് കേട്ടോ പറയുന്നത്. എന്താണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ഫസ്റ്റ് പ്രൊട്ടക്ഷൻ ഫ്രം അസാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊട്ടക്ഷൻ ഫ്രം അസാൾട്ട്, വാട്ട് ഈസ് അസാൾട്ട്? എന്താണ് അസാൾട്ട്? അസാൾട്ട് എന്താണ്? ആക്രമണം അല്ലെ? എന്തിൽ നിന്നുള്ള ആക്രമണമാണ്? നമ്മൾ നേരത്തെ തുടങ്ങി പഠിച്ചു. എന്താണ്, എന്തിനാണ് നമ്മൾ ലീഗൽ ആയിട്ടൊരു കൺസേൺ വാങ്ങിക്കുന്നത്? ലീഗൽ ആയിട്ട് കൺസേൺ വാങ്ങിക്കുന്നതിന്റെ കാര്യം എന്തായിരുന്നു? ഡോക്ടേഴ്സിനെതിരായിട്ടുള്ള എന്തെങ്കിലും ആക്രമണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് എന്താണ്? ഈ സമ്മതം ലീഗലി വാലിഡ് ആയിരിക്കണം. ഓക്കെ, മനസ്സിലായോ? പ്രൊട്ടക്ഷൻ ഫ്രം അസാൾട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഡോക്ടേഴ്സ് എന്തെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതുണ്ടാവാൻ പാടില്ല, ആക്രമണങ്ങൾ ഉണ്ടാകാൻ, അസാൾട്ട് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പൊ അതിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമ്മതത്തിന് നമ്മൾ ലീഗൽ ആക്കുന്നത്. ലീഗൽ ആയിട്ടുള്ള കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ആ പ്രൊസീജിയർ അദ്ദേഹം അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? പ്രൊട്ടക്ഷൻ ഫ്രം അസാൾട്ട്. ഓക്കെ, യെസ്. ഇനി പ്രിവെന്റിംഗ് അൺവാണ്ടഡ് പ്രൊസീജിയർ. പ്രിവെന്റിംഗ് അൺവാണ്ടഡ് പ്രൊസീജിയർ. എന്താണ് അൺവാണ്ടഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? നമ്മളിപ്പോ പഠിക്കുന്നത് നിയമപരമായിട്ടുള്ള കൺസേണുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പൊ നോക്കി, പ്രിവെന്റിംഗ് അൺവാണ്ടഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയർ ആണ് അവിടെ വരുന്നത്? ഇപ്പൊ ഡോക്ടർ ആ അപകട സാധ്യത വെളിപ്പെടുത്താതെ ആ സർജറി ചെയ്താല് അത് ലീഗലി ആളെ ശിക്ഷിക്കോ? ഒരു പേഷ്യന്റിന്റെ അപകട സാധ്യത വെളിപ്പെടുത്താതെ ആ പേഷ്യന്റിനെ പ്രൊസീജിയർ ചെയ്താല് ഡോക്ടർ ശിക്ഷിക്കോ? പേഷ്യന്റിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാല്? യെസ്, അത് തന്നെയാ പറഞ്ഞത്. അതായത് ഒരു പേഷ്യന്റ് ഇത്രത്തോളം മരണമൊക്കെ ചിലപ്പോൾ ആൾ മരിക്കുമെന്നുണ്ട്, പക്ഷെ ആ മരണം വെളിപ്പെടുത്താതെ അയാൾക്ക് ഇത് സംഭവിക്കുമെന്ന് പറയാതെ ആ ഡോക്ടറെ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാല് ആൾക്കെതിരെ ലീഗലി ആക്ഷൻസ് എടുക്കേണ്ടി വരും അല്ലെ? അതാണ് അൺവാണ്ടഡ് പ്രൊസീജിയേഴ്സിൽ ഫസ്റ്റ് വരുന്നത്. ഇനി അതേപോലെ തന്നെ എന്താണ്? കൃത്യമായിട്ടുള്ള ഫോംസുകളൊന്നും ഉപയോഗിക്കാതെ, ഈ കൺസേൺ ഫോംസിൽ സൈൻ ഇല്ലാതെ അല്ലെങ്കിൽ സീൽ ഇല്ലാതെ അല്ലെങ്കിൽ എന്താണ് ലീഗൽ ആയിട്ടുള്ള ഫോർമാലിറ്റീസോ ഡോക്യുമെന്റേഷൻസോ ഒന്നും ഉൾപ്പെടുത്താതെ ആള് പ്രൊസീജിയർ ചെയ്താൽ ലീഗലി അദ്ദേഹത്തിന്റെ നേരെ എന്തുണ്ടായിരിക്കും? കേസ് വരാനുള്ള സാധ്യതയുണ്ട്. ലീഗൽ പ്രൊട്ടക്ഷൻ ഡോക്ടേഴ്സിന് കിട്ടില്ല. ഓക്കെ, യെസ്. ഇനി അടുത്ത അൺവാണ്ടഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? രോഗിയെ നിർബന്ധിച്ച് അല്ലെ? രോഗിയെ നിർബന്ധിച്ച് ചെയ്താലും അത് ലീഗലി കേസ് ആവൂ. ഫോഴ്സ് ചെയ്തിട്ട് പ്രൊസീജിയർ ചെയ്താല് അല്ലെ? രോഗിയെ നിർബന്ധമില്ലാതെ നിർബന്ധിക്കാതെ അവര് സ്വതന്ത്രമായിട്ടായിരിക്കണം സമ്മതം നൽകേണ്ടത്. ഒരിക്കലും ഒരു രോഗിയെ ഡോക്ടർ ഫോഴ്സ് ചെയ്തിട്ട് തരുന്നതിനൊന്നും ലീഗലി പ്രൊട്ടക്ഷൻ കിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പ്രിവെന്റിംഗ് അൺവാണ്ടഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, അപകട സാധ്യത വെളിപ്പെടുത്താതെ ആ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സോ ഫോർമാലിറ്റോ ഒന്നും ഇല്ലാതെ കഴിഞ്ഞാലും, അതേപോലെ തന്നെ പേഷ്യന്റിനെ പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരെ നിർബന്ധപൂർവ്വം ഇതിൽ പ്രൊസീജിയറിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് ഡോക്ടറിന് എന്തിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്താണ് നമുക്ക് ലീഗലി കേസിന് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് കൺസേണിന്റെ ലീഗൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വളരെ ബ്രീഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത്ര മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് അടുത്ത് നോക്കാം എത്തിക്കൽ ആയിട്ടുള്ള കൺസേൺ. എത്തിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്സ് എന്താണ്? ധാർമ്മികത അല്ലെങ്കിൽ നൈതികത എന്നൊക്കെ പറയും നമ്മൾ എത്തിക്സ്. മെഡിക്കൽ എത്തിക്സ് എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടില്ലേ നമ്മള്?
മെഡിക്കൽ എത്തിക്സ്? എത്തിക്സ്. അപ്പൊ എത്തിക്കലി കൺസേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കാം എന്താണെന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. പ്രൊട്ടക്ട് ഓട്ടോണമസ് ഡിസിഷൻ മേക്കിംഗ്, സപ്പോർട്ട് പേഷ്യന്റ് ഡിഫൈൻഡ് ഗോൾസ്. ഫസ്റ്റ് നമുക്ക് നോക്കാം പ്രൊട്ടക്ട് ഓട്ടോണമസ് ഡിസിഷൻ മേക്കിംഗ്. ബോറടിക്കുന്നുണ്ടോ പിള്ളേരെ? എനിക്ക് നല്ല ബോറടിക്കുന്നു കേട്ടോ. എനിക്ക് രസമില്ലാത്തൊരു ടോപ്പിക് ഇല്ല, നല്ല കുട്ടികളാണ്. പ്രൊട്ടക്ട് ഓട്ടോണമസ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ് പ്രൊട്ടക്ട് ഓട്ടോണമസ് എന്ന് പറയുന്നത്? നമ്മൾ ഓട്ടോണമസ് എന്ന് പറഞ്ഞ പേഷ്യന്റ് റൈറ്റ്സ് തുടങ്ങി കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റെസ്പെക്ട് ദ റൈറ്റ്, റെസ്പെക്ട് ദ പേഷ്യന്റ് റൈറ്റ്സ്. എത്തിക്കലായിട്ട് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കൺസേൺ എടുക്കുക എന്നുള്ളത് പേഷ്യൻസിന്റെ റൈറ്റ്സിൽ വരുന്ന കാര്യമാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശങ്ങളിലുള്ളതാണ് എന്ത്? അവരുടെ ശരീരത്തിൽ എന്താണോ ചെയ്യുന്നത്, എന്ത് തരം ട്രീറ്റ്മെന്റ് ആണോ ചെയ്യുന്നത്, അത് അവരെ അറിയിച്ചു കൊണ്ട് ചെയ്യണം എന്നത്. അവരുടെ എന്താണ് പേഷ്യന്റ് റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്ത് കൊണ്ടായിരിക്കണം നമ്മൾ ഏതുതരം കൺസേൺസ് ആണെങ്കിലും അത് സ്വീകരിക്കേണ്ടത്. അതാണ് പ്രൊട്ടക്ട് ഓട്ടോണമസ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അവരുടെ അവകാശങ്ങളെ മാനിച്ചിട്ട് വേണം നമ്മൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമ്മതം വാങ്ങാനായിട്ട്. ഓക്കെ, യെസ്. അടുത്തത് എന്താണ്? സപ്പോർട്ട് പേഷ്യന്റ് ഡിഫൈൻഡ് ഗോൾസ്. സപ്പോർട്ട് പേഷ്യന്റ് ഡിഫൈൻഡ് ഗോൾസ് എന്താണ് സൂചിപ്പിക്കുന്നത്? രോഗിയെ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഓരോ പേഷ്യൻസിനും അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവർക്ക് ഒരു എയിം ഉണ്ട്, അവരുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ അത് പൂർണ്ണമായി മാറ്റിയെടുക്കുക, പൂർണ്ണമായിട്ട് ആ ചികിത്സ സ്വീകരിക്കണം എന്നുള്ളത് അവരുടെ റൈറ്റ്സ് വരുന്നതാണ് അല്ലെ. അപ്പൊ അവരെല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ കൺസേൺസിന്റെ എത്തിക്കൽ ആയിട്ട് പറയുന്നത്. ഒന്ന്, എത്തിക്കൽ വശങ്ങളിൽ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പേഷ്യൻസിന്റെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ എത്തിക്കൽ ആയിട്ടുള്ള വശങ്ങൾ, അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, ലീഗൽ ആയിട്ടുള്ളതാണ് നിയമപരമായിട്ട് കൺസേണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എത്തിക്കൽ എന്ന് പറയുന്നത് എന്താണ്? ധാർമ്മികമായിട്ട് അവർക്ക് നേടിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ലീഗലും എത്തിക്കലും ക്ലിയർ ആണോ? യെസ്. ഇനി ഒരു കോണ്ടെക്സ്റ്റ് കൂടി നമ്മൾ നോക്കാനുണ്ട്. എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലയൻസ്. അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലയൻസ് അഡ്മിനിസ്ട്രേഷനിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കൺസേണുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടത് എന്തൊക്കെയാണ്? ഡോക്യുമെന്റ് ദാറ്റ് ദ പാർട്ടീസ് വർ ഇൻവോൾവ്ഡ് ഇൻ ദ ഇൻഫോംഡ് കൺസേൺ പ്രോസസ്, പ്രൊവൈഡ് എഫിഷ്യന്റ് സേഫ്ഗാർഡ് ടു എൻഷുർ കഴിഞ്ഞിട്ട് എന്താണ്? നോമിനൽ ഫുൾഫിൽ ഓഫ് ദ എത്തിക്കൽ ആൻഡ് ലീഗൽ റിക്വയർമെന്റ്സ്. നമുക്ക് ആദ്യത്തേത് നോക്കാം. ഡോക്യുമെന്റ് ദാറ്റ് പാർട്ടീസ് വർ ഇൻവോൾവ്ഡ് ഇൻ ദ ഇൻഫോംഡ് കൺസേൺ പ്രോസസ്. ഇവിടെ എന്താണ് ഡോക്യുമെന്റ്സ് എന്ന് സൂചിപ്പിക്കുന്നത്? ഇൻവോൾവ്ഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആരൊക്കെയായിരിക്കും? ഇൻവോൾവ്ഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഡോക്യുമെന്റേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 3 വ്യക്തികളാണ്. ആരൊക്കെയാണ്? ഒന്ന് പേഷ്യന്റ്, പിന്നെ ആരാണ്? ഡോക്ടർ, ഹോസ്പിറ്റൽ അല്ലെ. 3 പേരുണ്ടാവും. ഇവിടെ പാർട്ടീസ് എന്ന് ഉദ്ദേശിപ്പിക്കുന്ന 3 പേരാണ് കേട്ടോ. ഒന്ന് പേഷ്യന്റ്, ഡോക്ടർ, പിന്നെ ആരാണ്? ഹോസ്പിറ്റൽ. അങ്ങനെയാണ് 3 പാർട്ടീസ് എന്ന രീതിയിൽ പറയുന്നത്. അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട്, അതായത് ഈ 3 പേര് അടങ്ങുന്ന രീതിയിലുള്ള എല്ലാത്തരം ഡോക്യുമെന്റേഷൻസും പാലിച്ചിരിക്കണം. അതായത് കൺസേണുമായി ബന്ധപ്പെട്ട് ഈ 3 പാർട്ടീസ് ഉൾപ്പെടുന്ന കൺസേൺസുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കണം. അതായത് എന്തൊക്കെ റിസ്ക്, ഏത് പ്രൊസീജിയറാണ് നടത്തുന്നത്, ഏത് തരം രീതിയിലാണ്, ഏത് സമയത്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന വ്യക്തമായിട്ടൊരു ഡോക്യുമെന്റേഷൻ അഡ്മിനിസ്ട്രേഷനിൽ എന്താണ് നമ്മൾ ഉൾപ്പെടുത്തി ഡോക്യുമെന്റേഷൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. Then second one എന്താണ്? Provide efficient safeguard to ensure nominal fulfillment of ethical and legal requirements. എന്തായിരിക്കും രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്?
ഈ ഡോക്യുമെന്റ്സിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് എന്ത്, ലീഗൽ ആയിട്ടും എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അത് തികച്ചും ഈ രണ്ട് കാര്യങ്ങൾ നിയമപരമായിട്ടും എത്തിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്തിലും ഉൾപ്പെടുത്തിയിരിക്കേണ്ടതാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ്സിൽ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ അഡ്മിനിസ്ട്രേഷൻസിൽ അത് കൃത്യമായിട്ട്, അതായത് എല്ലാ ഡോക്യുമെന്റ്സിലും തികച്ചും എന്താക്കിയിരിക്കണം, നമ്മള് ലീഗൽ ആയിട്ടുള്ള വശങ്ങളും എത്തിക്കൽ ആയിട്ടുള്ള വശങ്ങളും അതിൽ ആഡ് ചെയ്തിട്ടായിരിക്കണം ആ ഡോക്യുമെന്റേഷൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഫുൾഫിൽ ചെയ്യേണ്ടത്. എല്ലാ ആവശ്യകതകളും കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കണം ആ ഡോക്യുമെന്റ്സിൽ നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലയൻസസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കൺസേൺ സമ്മതം എന്ന കാര്യങ്ങൾ നമ്മൾ ഒരു അതിന്റെ പർപ്പസ് നോക്കുന്ന സമയത്ത് 3 കോണ്ടെക്സ്റ്റിലൂടെയാണ് അതിനെ നോക്കുന്നത്. അതിന്റെ ലീഗൽ വശങ്ങൾ എന്തൊക്കെയാണ്, എത്തിക്കൽ ആയിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കംപ്ലൈൻസ് എന്തൊക്കെയാണ്, അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ പാലിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് കൺസേൺസിൽ നമ്മൾ 3 കോണ്ടെക്സ്റ്റിലൂടെ മനസ്സിലാക്കും. മനസ്സിലായോ പിള്ളേരെ? യെസ്, തീർന്നിട്ടില്ല കേട്ടോ. ഇതിന് ഒരുപാട് വിശദീകരണങ്ങൾ വരുന്നുണ്ടല്ലേ. ഇപ്പൊ എടുക്കുന്നില്ല, പേടിക്കണ്ട, നിങ്ങൾ എടുക്കൂല. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. ചാട്ടി കൊടുത്തിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കിയേ. ഇമ്പോർട്ടന്റ് ആണോ, അതാണ് പറഞ്ഞത്. ഓക്കെ, പറയാം കേട്ടോ. നമ്മുടെ ലീഗൽ കോണ്ടക്സ്റ്റിലേക്ക് നോക്കാൻ പോകുന്നത് സിമ്പിൾ കൺസേണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കുറെ നമ്മൾക്ക് പഠിക്കാനുള്ളത് കുറെ ഇയേഴ്സ് ഉണ്ട്. 1914, 15, 75 എന്ന് പറഞ്ഞ കുറച്ച് ഇയറുകൾ വരുന്നുണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇയറുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻസ് കോഴ്സ് മാത്രം ടീച്ചർ അണ്ടർലൈൻ ചെയ്തത്, അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നുള്ളൂ.
1914 ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം, ലീഗൽ കോൺസെപ്റ്റ് പ്രകാരം എന്താണ്, നമുക്ക് സിംഗിൾ കൺസേൺ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അവിടെ എന്താണ് ഈ 1914 അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? Establishing a patient's right to determine what shall be done with his body. എന്താണ് പറയുന്നത്? 1914 നമ്മള് പേഷ്യൻസിന് ഒരു റൈറ്റ് പറയുന്നത്. എന്തിനെ കുറിച്ചിട്ടാണ്? അവരുടെ ബോഡിയിൽ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ, രോഗിക്ക് അവരുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നറിയാനുള്ള സമ്മതം, അത് അറിയാനുള്ളൊരു അവകാശമുണ്ട്. അതിനെ പറ്റിയുള്ളത് ഏതിലാണ് നമ്മൾ പറയുന്നത്? 1914 പേഷ്യൻസിന് അങ്ങനെ ഒരു റൈറ്റ്സ് പറയുന്നത്. 1914 1914 patient had the right to declare what happens to their body. അവരുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു, എന്താണ് അവരുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്നറിയാനുള്ള ഒരു അവകാശം 1914 എഴുതപ്പെട്ടത്. ഓക്കെ, യെസ്. 1914 എന്ന ഭാഗം അണ്ടർലൈൻ ചെയ്തതാട്ടോ. നോക്കൂ, ഈ 1940 എന്ന് പറയുന്നത് ഏത് വർഷമായിരുന്നു ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് വേറൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നൊരു വർഷമാണ്. ഏതാണെന്ന് അറിയാമോ? 1940 എന്താണ് നമുക്ക് ലോകത്ത് നടന്നത്? വേൾഡ് വാർ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? വേൾഡ് വാർ, ലോകമഹായുദ്ധം കേട്ടിട്ടുണ്ടോ? യെസ്. ഒന്നാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം എന്തായിരുന്നു? 1940 കേട്ടോ. 1940 അവർ ഒന്നാം ലോക മഹായുദ്ധം നടന്ന ഒരു കാലഘട്ടം അല്ലെ. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഈ റൈറ്റ്സ് രൂപപ്പെട്ടത്. അതായത് രോഗിക്ക് തന്റെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നറിയാനുള്ള ഒരു അവകാശം ഡെവലപ്പ് ചെയ്യപ്പെട്ടു. ഏത് വർഷമാണ്? 1940 അല്ലെ. ഓക്കെ, ഇനി അതിനുശേഷം 1915 എന്ത് സംഭവിച്ചത്? Doctors has to disclose right treatment details. 1950 കാലഘട്ടത്തിലാണ് ഡോക്ടേഴ്സിന് എന്ത് അവകാശം വന്നത്? ചികിത്സയുടെ വിശദാംശങ്ങള് വെളിപ്പെടുത്താനുള്ള അവകാശം. ഓക്കെ, അതായത് ആ രോഗിക്ക് എന്താണ് രോഗിയുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദാംശങ്ങള് പുറപ്പെടുവിക്കാൻ അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവകാശം 1950 മുതലാണ് ഡോക്ടേഴ്സിന് ലഭിച്ചു തുടങ്ങിയത്. ഓക്കെ, 1914 ആദ്യം ഒരു രോഗിക്ക് തന്റെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാനുള്ള ഒരു അവകാശം ലഭിച്ചത്. 1950 കാലഘട്ടത്തിലാണ് ഡോക്ടേഴ്സിന് ആ ഇൻഫോർമേഷൻസ്, ആ രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് എന്താ വെളിപ്പെടുത്തേണ്ടി വന്നത് 1950 ആ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ. യെസ്. അപ്പൊ 2 ഇയേഴ്സ് ഒന്ന് നോട്ട് ചെയ്തത് കേട്ടോ. ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ, ശരി. താങ്ക് യു. നിമ്മി സുഖാണോ? സുഖാണ് മാം. എനിക്ക് അത്ര ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ നിങ്ങള്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.